കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു കേട്ടോ. അപ്പോൾ നമുക്കെല്ലാവർക്കും ഗുരുവായൂരപ്പനെ കാണാനായിട്ട് പോകണ്ടേ? എല്ലാവരും വരൂ കേട്ടോ. ഗുരുവായൂരപ്പൻ്റെ ആ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഏത് രൂപത്തിലാണ് ഭഗവാൻ നമ്മളെ കാത്തിരിക്കുന്നത്, ഭക്തരെ കാത്തിരിക്കുന്നത് നോക്കാം. ഇന്നിപ്പോൾ ചൊവ്വാഴ്ചയാണ്, തിരക്ക് തീരെ ഇല്ല എന്ന് തന്നെ പറയാം. വളരെ സുഖമായിട്ടുള്ള അന്തരീക്ഷമാണ്. എല്ലാവർക്കും ഇന്ന് രണ്ട് തുഴൽ എന്ന് പറഞ്ഞ പോലെ, അതായത് സോപാനം വഴിയാണ്. അപ്പോൾ സോപാനം വഴി പോകുമ്പോൾ ആ മണ്ഡപത്തിൻ്റെ അവിടെ നിന്നും തൊഴാം, പിന്നെ അതിനപ്പുറം നേരെ സോപാനപ്പടിയിൽ നിന്നും തൊഴാം. അപ്പോൾ അങ്ങനത്തെ ആ ഒരു ദിവസമാണ്. വളരെ സുഖമായിട്ടുള്ള, എന്താ പറയുക, സുഖസുന്ദരമായിട്ട് ആണ് തൊഴാൻ പറ്റുന്ന അവസ്ഥ. അങ്ങനെ നമ്മൾ കിഴക്കേ നടയിലൂടെ അങ്ങനെ വന്ന് ആദ്യം തന്നെ വാരസ്യാരെ ഒന്ന് നോക്കി തൊഴാം. ആലിനെ ഒന്ന് പ്രണമിക്കാം, ഒന്ന് പ്രദക്ഷിണം ചെയ്യാം. മഞ്ജുളാലിനെ, ആ മഞ്ജുള വാരസ്യാരെ ഒന്ന് മനസ്സിൽ സങ്കല്പിച്ച് ഒന്ന് പ്രണമിക്കാം. കാരണം ഏറ്റവും നല്ല ഭക്തിയല്ലേ. അപ്പോൾ നമ്മൾ എത്ര പ്രണമിച്ചാലും അതിൽ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, ഒക്കെ നല്ലതിനാണ്. അങ്ങനെ ആ വെങ്കല ഗരുഡ പ്രതിമയൊന്ന് നോക്കി തൊഴാം. അങ്ങനെ നമ്മൾ അവിടുന്ന് വരുമ്പോൾ നേരെ ആ പുതിയ ഗോപുരമൊക്കെ കണ്ട് ഗോപുരത്തിലൂടെ അങ്ങനെ വരാം. അപ്പോൾ രണ്ട് സൈഡിലുള്ള വിഗ്രഹങ്ങളൊക്കെ കാണാം. അത് കഴിഞ്ഞ് നേരെ വന്ന് നേരെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൻ്റെ പുറകു വശത്ത് വന്ന് അത്തിമര ഗണപതിയെ ഒന്ന് തൊഴാം. സർവ്വവിഘ്നങ്ങളും മാറ്റിത്തരാനായിട്ട് പ്രാർത്ഥിക്കാം. അതിനുശേഷം നമ്മൾ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് പോവാം. തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് വളരെ സുഖമായിട്ടുള്ള ദർശനം തന്നെയാണ്. എന്താ പറയുക, ടോക്കനും ഇല്ല, ഒക്കെ വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് സുഖമായിട്ട് സന്തോഷമായിട്ട് ഭഗവാനെ കാണാൻ പറ്റുന്ന ദിവസമാണ്. മഴ ഇല്ല, മഴയൊക്കെ ഒന്ന് ഒഴിഞ്ഞു. രാവിലെ മഴ ഉണ്ടായി, പിന്നെ മഴ കുറവ് തന്നെയാണ്. അതുകൊണ്ട് എല്ലാം കൊണ്ടും ഉചിതമായ സമയമാണെന്ന് പറയാം. അങ്ങനെ നമ്മൾ നേരെ ചെന്ന് ആ വാതിൽപ്പടി കയറുമ്പോൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കും. അങ്ങനെ നോക്കിയിട്ട് അവിടെ കാണാം. അതൊക്കെ കണ്ടു കഴിയുമ്പോഴേക്കും നമുക്ക് ഏതായാലും ഇടത് വശത്തുള്ള മേൽപ്പത്തൂരിൻ്റെ ആ പീഠ ഒന്ന് നോക്കി തൊഴാം. വലത് വശത്തുള്ള ആ തൂണ്, നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത തൂണൊന്ന് നോക്കി തൊഴാം. അങ്ങനെ തൊഴുത് നമ്മൾ അകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ കാൽത്തടകളൊക്കെ കാണാനുണ്ട്. അങ്ങനെ നല്ല രസമായിട്ട് ഇങ്ങനെ കാണാനുണ്ട്. മുകളിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ പട്ടുകോണകൾ എടുത്തിട്ടുണ്ട്, അരമണിയൊക്കെ കാണാനുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ നോക്കി വരുമ്പോഴേ നല്ലൊരു പൂണോല് കാണാനുണ്ട്. പൂണോല് ഇങ്ങനെ കാണാനുണ്ട്. പിന്നെ മുകളിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ രണ്ട് വക്ഷസ്സിലും ഓരോ ഗോപി തിലകങ്ങൾ വെച്ചിട്ടുണ്ട്. പിന്നെ നോക്കുമ്പോഴോ കൈവളകളൊക്കെ കാണാനുണ്ട്. പക്ഷേ വാമനമൂർത്തിയാണ് കേട്ടോ. കമണ്ടലും അതേപോലെ ചന്ദനം കൊണ്ട് നല്ലൊരു, എന്താ പറയുക, പാളക്കുട, അങ്ങനത്തെ കുടയുണ്ടാക്കിയിട്ടുണ്ട്. കുടയൊക്കെ പിടിച്ച് കമണ്ടലുമൊക്കെ പിടിച്ച് വാമനമൂർത്തിയായിട്ടാണ് ഇന്നത്തെ അവതാരം. വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച, നല്ല രസമായിട്ട് കാഴ്ച. എന്തായാലും നന്നായിട്ടുള്ള അലങ്കാരം, അങ്ങനെ തന്നെ പറയാം. പക്ഷേ ഉണ്ണിക്കണ്ണനാണ് ഇനി കേട്ടോ. നമുക്ക് കാണുമ്പോൾ ഉണ്ണിക്കണ്ണൻ തന്നെയാണ്. വാമനമൂർത്തിയുടെ ഇതിലാണെങ്കിലും മുഖഭാവമൊക്കെ അങ്ങനെ നോക്കുമ്പോഴേ അതേമാതിരി കിരീടമൊക്കെ വെച്ചിട്ടുണ്ട്. കിരീടത്തിൻ്റെ മുകളിൽ തിരുമുടിമാലകൾ കാണാണ്ട്. രണ്ട് തിരുമുടിമാലകളുണ്ട്, തെച്ചിയും തുളസിയും ആയിട്ടുള്ളതും വെളുത്ത പൂവും തുളസിയായിട്ടുള്ളതും. അതേപോലെ ഉണ്ടമാലയുണ്ട്, വലിയൊരു ഉണ്ടമാല ഉണ്ട്. അത് തെച്ചിയും തുളസിയും വെളുത്ത പൂവായിട്ടുള്ളത്. അങ്ങനെ നല്ല ആ പൂണോലിങ്ങനെ വീതിയിലിങ്ങനെ ശരിക്കും പൂണോലിങ്ങനെ കാണാനുണ്ട്. അതേമാതിരി ആ പട്ടുകോണൊക്കെ എടുത്തിട്ടുള്ളത് ഇങ്ങനെ നേരെ നന്നായിട്ട് കാണാനുണ്ട്. കളഭം കൊണ്ടുള്ള ആ കുടയാണെങ്കിൽ അതിമനോഹരം, കമണ്ടലും ആണെങ്കിൽ കമണ്ടലും കാണാൻ രസം. എല്ലാം കൊണ്ടും നല്ല രസമായിട്ടുള്ളൊരു കാഴ്ച.
ഇന്നത്തെ ഉച്ചപൂജയും കളവാലക്കാരൊക്കെ ഉണ്ടായിരുന്നത് മേൽശാന്തി തന്നെയാണ്. മേൽശാന്തി കവപ്രമാരാത്ത് അച്യുതൻ നമ്പൂതിരിപ്പാടാണ്. അപ്പോൾ നന്നായിട്ടുള്ളൊരു ചാർത്താട്ടോ. അപ്പോൾ എല്ലാവരും ഇപ്പം നമ്മൾ സോപാനപ്പടിയിൽ തന്നെയാണ്. സോപാനപ്പടിയിൽ നിന്ന് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് തൊഴുകയാണ്. അപ്പോൾ തൊഴുതോളും, എല്ലാവരും തൊഴുതോളൂ കേട്ടോ. അങ്ങനെ തൊഴുതിറങ്ങിയിട്ട് നമുക്ക് നേരെ ആദ്യം കാണുന്ന ബലിക്കല്ല് ഒന്ന് നോക്കി തൊഴാം. പിന്നെ തിടപ്പള്ളി നോക്കിയിട്ട് തൊഴാം. പിന്നെ പിന്തിരിഞ്ഞിട്ട് നോക്കുമ്പോൾ നമ്മൾ ചുവരിൻ്റെ മുകളിലുള്ള ആലിലക്കണ്ണനെ കണ്ട് തൊഴാം. പിന്നെ സപ്തമാതാക്കളെയൊക്കെ കണ്ട് തൊഴുത് അങ്ങനെ വരാം. അങ്ങനെ വന്ന് നേരെ ഗണേശൻ്റെ അവിടെ വരാം. ഗണേശൻ്റെ അവിടേക്ക് ഒന്ന് കളഭം കൊണ്ടൊക്കെ അലങ്കാരമായിരുന്നു. നന്നായിട്ടുണ്ട്. തുമ്പിക്കൈയും കൊമ്പൊക്കെ ഇങ്ങനെ ചന്ദനം കൊണ്ട് ചാർത്തിയിട്ട് നല്ല കളറും കൊടുത്തിട്ടുണ്ട്. നല്ല രസമായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഗണേശനെ കണ്ട് പ്രാർത്ഥിച്ചോളൂ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞിട്ട് സരസ്വതി ദേവീനെ സരസ്വതി അറിയിക്ക് നോക്കി തൊഴുക. അവിടെ വെളുത്ത പൂവും തുളസിയും കൂടിയുള്ള മാലയാണ് ഉള്ളത്. അപ്പോൾ സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ സരസ്വതി ദേവീനെയും കണ്ട് തൊഴുത് അവിടുന്ന് വരുമ്പോൾ ആ കോർണറിലെത്തിയ ചെറിയ ഗണപതിയെ കണ്ട് തൊഴാം. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കാണാം. അത് കഴിഞ്ഞാൽ മേൽശാന്തിയുടെ അടുത്തുനിന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. അത് കഴിഞ്ഞ് ആ സൈഡിലെത്തിയ വാമനാവതാരം. ഇന്ന് നമ്മളിവിടെയും കാണുന്നത് വാമനാവതാരം, അകത്തും വാമനാവതാരം. അപ്പോൾ കണ്ട് തൊഴാം. പിന്നെ ഗജേന്ദ്രമോക്ഷത്തിൻ്റെ ഒരു അവതാരം കാണാം. പിന്നെ ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെ കണ്ട് തൊഴാം. അത് കഴിഞ്ഞാൽ നേരെ നമ്മൾ അനന്തശായിയായ അനന്തപത്മനാഭനെ കണ്ട് തൊഴാം. അവിടെയും ധാരാളം മാലകളുണ്ട്. ബ്രഹ്മാവിൻ്റെ അവിടെയും ലക്ഷ്മി ദേവിയുടെ അവിടെയൊക്കെ മാലകളുണ്ട്. താമരയൊക്കെ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. നന്നായിട്ടുള്ള അലങ്കാരം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ശ്രീകോവിലിൻ്റെ പുറകുവശത്തായിട്ട് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. പിന്നീട് നമ്മൾ തിരിഞ്ഞു വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കണ്ട് തൊഴാം. ഒക്കെ കണ്ട് തൊഴുത് കൃഷ്ണൻ്റെ അവിടെ തുളസിമാല ചാർത്തിയിട്ടുണ്ട്. പിന്നെ കാണാനുള്ളത് മുരുകൻ്റെ അവിടെ ഭസ്മാഭിഷേകമാണ്. ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരുമ്പോൾ ഒന്ന് നല്ല ധാരാളം എന്താ പറയുക വെറ്റിലമാലകളാണ്. 2-3 വെറ്റിലമാലകളുണ്ട്. അത് കാണാനുണ്ട്. പിന്നെ കുങ്കുമമുണ്ട്, ധാരാളം കുങ്കുമമുണ്ട്. അപ്പോൾ എല്ലാവരും ഹനുമാൻ സ്വാമീനെ പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. ഹനുമാൻ സ്വാമിയെ കണ്ട് തൊഴുത് പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞാൽ നേരെ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോൾ രാധാകൃഷ്ണ വിഗ്രഹം കാണാം. അവിടെയൊക്കെ മാലകളുണ്ട്, തുളസി മാലകളുണ്ട്. പിന്നെ നേരെ വന്ന് ആ ഓവിൻ്റെ അവിടെ നിന്ന് പ്രാർത്ഥിക്കാം. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ പടിഞ്ഞാറോട്ട് വരുമ്പോൾ ചുമരിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ താമരയിലിരിക്കുന്ന കണ്ണനെ കാണാം. കൽപ്പകവൃക്ഷത്തിൻ്റെ ചുവട്ടിലാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും അവിടെ പ്രാർത്ഥിക്കാം. ഈ പറഞ്ഞ പോലെ കടബാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിഞ്ഞു തരണേന്നൊക്കെ അവിടെ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. കൽപ്പകവൃക്ഷമാണ്. രത്നങ്ങളും വൈഡൂര്യമൊക്കെ ഉള്ള ആ കൽപ്പകവൃക്ഷമാണ്. അപ്പോൾ അവിടെയും നമ്മൾ പ്രാർത്ഥിക്കാം. പിന്നീട് കിഴക്കേ ഭാഗത്തേക്ക് ഇങ്ങനെ നടന്നു വരുമ്പോൾ ഗ്രില്ലിന് അപ്പുറത്തേക്ക് എത്തിയാൽ മണിക്കിണർ കാണാം. അതേപോലെ നൃത്ത അറ കണ്ട് തൊഴാം. അങ്ങനെ വരുമ്പോൾ
കുറൂരമ്മേനെയും നാരദരെയൊക്കെ കണ്ട് തൊഴാം. അങ്ങനെ കണ്ട് തൊഴുത് നേരെ നമ്മൾ വസുദേവരെയൊക്കെ അടുത്ത് കണ്ട് വന്ന് തൊഴുത് നേരെ വടക്കേ നടയിൽ കൂടെ പുറത്തിറങ്ങാം. പുറത്തിറങ്ങിയിട്ട് പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ചന്ദനവും തീർത്തൊക്കെ വാങ്ങാം. പിന്നെ എടത്തരികത്തുകാവിൽ ഭഗവതിയുടെ അടുത്തേക്ക് വരാം. ഇന്ന് അമ്മ നല്ല ബാലവേഷത്തിലാന്നുള്ള മാതിരിയാണ് കാണാനുള്ളത്. തീരെ തിരക്കില്ല, സുഖമായിട്ട് തൊഴാം. ഉള്ളിലേക്ക് ഇങ്ങോട്ട് കയറി നിന്നിട്ടൊക്കെ സുഖമായിട്ട് തൊഴാം. നന്നായിട്ടുള്ള ആ വേഷം തന്നെയാണ്. ചന്ദനം കൊണ്ട് ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. ധാരാളം തെച്ചിപ്പൂക്കളുണ്ട്, തുളസിപ്പൂക്കളുണ്ട്. തുളസിമാലയും തെച്ചിമാലയൊക്കെ ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ അമ്മയെ കണ്ട് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് അവിടുന്ന് വരുമ്പോൾ കോർണറിലെത്തിയാൽ മമ്മിയൂരപ്പനെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ശ്രമിക്കാം. അങ്ങനെ നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് മമ്മിയൂരപ്പനെ മനസ്സിൽ സ്മരിച്ച് പ്രാർത്ഥിക്കാം. അപ്പോൾ മമ്മിയൂർ പോയ പോലെയാവും. അതിനുശേഷം ആ കൊടിമരത്തിൻ്റെ അവിടേക്ക് നോക്കിയിട്ട് വരിക. അങ്ങനെ വരുമ്പോൾ എവിടെയും വലിയ തിരക്കില്ലാത്ത കാരണം ഒക്കെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. കൊടിമരത്തിൻ്റെ അവിടെയൊക്കെ വന്നാൽ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കാൻ പറ്റുന്ന തരത്തിലാണ്. അപ്പോൾ ഒരിക്കൽ കൂടി ആ വാമനാവതാര രൂപം കാണാം. എന്നിട്ടൊന്ന് പ്രണമിച്ച് നമ്മൾ കൂത്തമ്പലത്തിൻ്റെ അവിടെ ഒന്ന് പ്രണമിച്ചു. കെടാവിളക്ക് കത്തി നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അയ്യപ്പസ്വാമിയുടെ അടുത്ത് വരിക. അയ്യപ്പസ്വാമിയുടെ അടുത്ത് വരുമ്പോൾ ഒന്ന് അങ്ങനെ ഇതായി വരുന്നേ ഉള്ളൂ, ഗോളകയൊക്കെ വെച്ചിട്ട്. അവിടെ അർച്ചനകളൊക്കെ ധാരാളമുണ്ട്. അപ്പോൾ എല്ലാവരും അയ്യപ്പസ്വാമീനെ കണ്ട് പ്രാർത്ഥിച്ചോളൂ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അത് കഴിഞ്ഞൊന്ന് പ്രദക്ഷിണം ചെയ്തിട്ട് പടിഞ്ഞാറ് വശത്തെത്തുമ്പോൾ ദീപസ്തംഭത്തിലെ വേണുഗോപാലിനെ കാണാം. അതുപോലെ കുറച്ച് പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ ബാക്കിലേക്ക് ഇറങ്ങി നിന്നാൽ കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ടു തൊഴാം. പിന്നീട് നമ്മൾ നേരെ പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്തിറങ്ങിയിട്ട് കുളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാനായിട്ട്, ആ രുദ്രതീർത്ഥക്കുളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാനായിട്ട് പോവാം. അങ്ങനെ വരുമ്പോൾ ഇന്ന് അന്നദാന കൗണ്ടറിൻ്റെ അവിടെയൊക്കെ വളരെ കുറവാട്ടോ. അന്നപ്രസാദത്തിൻ്റെ പ്രസാദൂട്ടിനൊക്കെ ആളുകൾ കുറവ് തന്നെയാണ്. അതിലൂടെ നമ്മളങ്ങനെ വന്ന് ആ നാരായണാലയത്തിലെത്തിയിട്ട് അവിടെ ഒന്ന് പ്രാർത്ഥിക്കാം. ആ വിഗ്രഹം ഒന്ന് കാണാം, പൂന്താനം പൂജിച്ചിരുന്ന വിഗ്രഹം കാണാം. അതിനുശേഷം നമ്മൾ തിരിച്ചിങ്ങനെ വരുമ്പോൾ ആ ഭഗവതി നടയിൽ വന്നിട്ട് പ്രാർത്ഥിക്കാം. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും കിഴക്കേ നടയിലുള്ള കൊടിമരത്തിൻ്റെ ആ ദീപസ്തംഭത്തിൻ്റെ അവിടെ നിന്നിട്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് കാണാം. ഭഗവാനെ ഒന്നുകൂടി കണ്ട് പ്രാർത്ഥിച്ച് നമ്മൾ തെക്കേ നടയിലേക്ക് വരുമ്പോൾ ആ വില്ലുമങ്ങലം വില്ലുപത്രം അങ്ങനെ കാണാം. അതായത് കൂവളത്തിൻ്റെ ഇലകളിങ്ങനെ ധാരാളമായിട്ട് കാണാം. അങ്ങനെ അവിടെ ചെന്നിട്ട് ആ മഹാദേവനെ അതേപോലെ പാർവതീദേവീനെയൊക്കെ ഒന്ന് സ്മരിച്ചു കൊണ്ടൊന്ന് പ്രദക്ഷിണം ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. ഞാൻ ആ ഒരു കഥയും കൂടി പറയാം. കഥകളിങ്ങനെ നമുക്ക് കുറേശ്ശെ പറയാൻ പറ്റുന്ന ഒരു അവസരം ഉണ്ടല്ലോ. ശരിക്കും പറഞ്ഞാൽ വില്ലുമംഗലത്തിൻ്റെയും കുറൂരമ്മയുടെയും കൂടി ഉള്ളൊരു കഥടം ആണ്. അതിങ്ങനെയാണ്. ഒരിക്കലൊരു നമ്പൂതിരി വില്ലുമംഗലത്തിൻ്റെ അരികിൽ വന്നിട്ടേ സങ്കടം പറഞ്ഞു. അദ്ദേഹത്തിന് കുറച്ചു കാലമായിട്ട് കലശലായ വയറുവേദനയാണ്. അപ്പോൾ നമ്പൂതിരിയുടെ അവസ്ഥ കണ്ടപ്പോൾ വില്ലുമംഗലം ചോദിച്ചു, എന്താ കാര്യമെന്ന്. അപ്പോൾ ഇതാണെന്ന് പറഞ്ഞു, വയറുവേദനയാണ്. എന്നാൽ ഞാനിന്ന് കണ്ണോട് ചോദിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വില്ലുമംഗലത്തിൻ്റെ ആ സാന്ത്വനം കേട്ടപ്പോൾ നമ്പൂതിരിക്ക് വളരെ സന്തോഷമായി. അത് കഴിഞ്ഞിട്ട് പൂജാ സമയത്ത് കണ്ണൻ വരും. പാൽപ്പായസമുള്ള ദിവസങ്ങളിൽ കണ്ണന് വലിയ ആഹ്ലാദമാണ്. അപ്പോൾ ആ പൂജാ സമയത്ത് കണ്ണന് വയറുവേദനയെക്കുറിച്ച് കണ്ണനോട് ചോദിച്ചു. ആ തിരുമേനിയുടെ എന്താ കാര്യമെന്ന്. അതായത് സ്വാമിയാർ ചോദിച്ചു, ആ പാവം തിരുമേനിയുടെ വയറുവേദനയെക്കുറിച്ച് ഒന്ന് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ കണ്ണൻ പറഞ്ഞു കുറച്ച് ഗൗരവത്തോടെ, അത് ആ ബ്രാഹ്മണൻ്റെ പൂർവാർജിത പ്രാരാബ്ധമാണ്, അത് അദ്ദേഹം അനുഭവിച്ച് തന്നെ തീർക്കട്ടെ. അങ്ങനെ അടുത്ത ദിവസം
തിരുമേനിയെ കണ്ടപ്പോൾ വില്യമംഗലം കണ്ണൻ പറഞ്ഞ കാര്യമൊക്കെ തിരുമേനിയോട് വിശദീകരിച്ചു. അപ്പോൾ വില്യമംഗലം കണ്ണനോട് പറഞ്ഞ് തൻ്റെ വ്യാധി മാറ്റി കൊടുക്കുമെന്നാണ് തിരുമേനി കരുതിയിരുന്നത്. പക്ഷെ അതൊന്നും ഉണ്ടായില്ല. അപ്പോൾ വളരെ മനോവേദനയായിട്ട് തിരുമേനി വില്യമംഗലത്തിൻ്റെ അടുത്തുനിന്ന് പോയി. അങ്ങനെ അടുത്തുനിന്ന് പോയിട്ട് നേരെ ചെന്നത് ആ ഉണ്ണിക്കണ്ണനെ മകനായിട്ട് ലാളിച്ചുകൊണ്ട് നടക്കുന്ന കുറൂരമ്മയുടെ അടുത്താണ്. കുറൂരമ്മ കണ്ടപ്പോൾ തിരുമേനിക്ക് നല്ല ബോധ്യമായി. എങ്ങനെയെങ്കിലും വില്യമംഗലത്തെ കണ്ടിട്ട് മടങ്ങുന്ന വഴിയല്ലേ, അപ്പോൾ കുറൂരത്തിലെത്തൊന്ന് കയറി അമ്മയെ കണ്ട്. കുറൂരമ്മ പൂജാ റൂമിൽ നിന്നിറങ്ങിയ സമയമായിരുന്നു. അപ്പോൾ നേരിച്ചു കൊണ്ടുവരുന്ന പഴവും ശർക്കരയും പായസമൊക്കെ തിരുമേനിക്ക് കൊടുത്തു. അപ്പോൾ തിരുമേനി അത് വാങ്ങാൻ കൂട്ടാക്കിയില്ല. അപ്പോൾ വാങ്ങി കഴിക്കാൻ മടിച്ച് നിൽക്കണ കണ്ടപ്പോൾ അമ്മ സംശയത്തോടെ തുടക്കി, എന്താ തിരുമേനി വയ്യായിക? അപ്പോൾ അമ്മയോട് ഞാൻ പറയാം, എനിക്ക് വയറുവേദനയാണ്, അത് മാറിയിട്ടില്ല. ഞാൻ തിരുമേനിയുടെ അടുത്ത് പോയിരുന്നു, പക്ഷെ തിരുമേനി അതൊന്നും അത്രയ്ക്ക് മരുന്ന് ആയില്ല, കിട്ടിയില്ല. അപ്പോൾ കുറൂരമ്മ എന്താ പറഞ്ഞു വെച്ചാൽ, അതൊന്നും സാരമില്ല കേട്ടോ, അച്യുതാനന്ദ ഗോവിന്ദ മാധവ എന്ന് ജപിച്ചോളൂ. നാം അത്രയും കുറേ സംഖ്യ കഴിയട്ടെ, ഒക്കെ ഭേദമാവും തിരുമേനി. അപ്പോൾ തിരുമേനി വീണ്ടും സംശയിച്ചിരുന്നപ്പോൾ കുറൂരപ്പ പ്രസാദം കൊടുത്തിട്ടേ, ഇത് കഴിക്കുക, എന്നിട്ട് സമാധാനമായിട്ട് പൊയ്ക്കോളൂ, നാം അത്രയും നിർത്തണ്ട കേട്ടോ. ഞാനിന്ന് കണ്ണനോട് പറയുന്നുണ്ട് തിരുമേനിയുടെ കാര്യം. അപ്പോൾ കുറൂരമ്മയുടെ വാക്കുകളിൽ നിന്ന് പകർന്നു കിട്ടിയ ആ ശക്തി തിരുമേനിയെ ഒന്നുണർത്തി. അങ്ങനെ നാമത്രയും ജപിച്ചിട്ട് ഇങ്ങനെ മുമ്പൊന്നുമില്ലാത്തൊരു ആത്മശാന്തി ഇങ്ങനെ കിട്ടി തിരുമേനിക്ക്. അച്യുതാനന്ദ ഗോവിന്ദ മാധവ എന്നിങ്ങനെ ജപിച്ച് തുടങ്ങിയപ്പോൾ തിരുമേനി വേദന അറിയാത്ത മാതിരിയായി. അങ്ങനെ തിരുമേനി വളരെ ആഹ്ലാദപ്രകരമായി. അദ്ദേഹത്തിന് പിന്നെ വേദന ഇല്ല. പിന്നീട് ഒരിക്കൽ വില്യമംഗലത്തെ കാണാൻ ഇടയായപ്പോഴേ തിരുമേനി അതിസന്തോഷം കൊണ്ട് തൻ്റെ അസുഖം പൂർണ്ണമായി കണ്ണൻ മാറ്റി കൊടുത്ത കഥ പറഞ്ഞു. അപ്പോൾ വില്യമംഗലത്തിൽ ആകെ ഒരു വിഷമമായി. ഇത് അസുഖം മാറിയാലല്ല, താൻ പറഞ്ഞിട്ട് നടന്നില്ല. അപ്പോൾ കുറൂരമ്മ പറഞ്ഞപ്പോൾ നടക്കും ചെയ്തു. അങ്ങനെ സംഭവിച്ചോ എന്നൊക്കെ ഉള്ള ഒരു ഇതിൽ. അപ്പോൾ സന്ധ്യയ്ക്ക് ദീപാരാധന സമയത്ത് വില്യമംഗലം ഭഗവാന് കണ്ണനോട് കൊച്ചു കൊച്ചു ക്രിസ്തുതരങ്ങളൊക്കെ മുന്നിലെത്തിയപ്പോൾ വില്യമംഗലം ചോദിച്ചു, കണ്ണ എങ്ങനെയൊക്കെ സംഭവിക്കാമെന്ന് വെച്ചു. അപ്പോൾ കണ്ണന് മനസ്സിലായി എന്താ കാര്യം എന്ന്. എന്താ ഈ പറയുന്നതിൻ്റെ ആ ഗുഹ്യാർത്ഥം എന്താണെന്നുള്ളത് കണ്ണന് മനസ്സിലായി. അപ്പോൾ വില്യമംഗലത്തിൻ്റെ ആ ചോദ്യം പ്രതീക്ഷിച്ചതാണ്. അങ്ങനെ തിരുമേനിയുടെ അസുഖം എന്താണെന്നല്ലേ വില്യമംഗലം എന്നോട് ചോദിച്ചുള്ളൂ, അല്ലാതെ അസുഖം മാറ്റി കൊടുക്കണമെന്ന് പറഞ്ഞില്ലല്ലോ. കുറൂരമ്മ എന്നോടൊന്നും ആവശ്യപ്പെട്ടില്ല. പക്ഷേ ഭക്ത പറഞ്ഞത് എന്താണ്, മാറും എന്ന് പറഞ്ഞാൽ അത് മാറ്റി കൊടുക്കേണ്ടത് എൻ്റെ കടമയല്ലേ വില്യമംഗലം. അങ്ങനെ കണ്ണൻ്റെ ആ ചോദ്യത്തിന് വില്യമംഗലത്തിൻ്റെ ഭാഗത്തുനിന്ന് മറുപടിയൊന്നും ഉണ്ടായില്ല. അല്പസമയം ഉണ്ടായിരുന്ന പിന്നെ കുറച്ച് വിഷമത്തോട് ചോദിച്ചു, ഭഗവാന് ഞാനും അമ്മയുടെ ഭക്തനല്ലേ? അതേ വില്യമംഗലം, രണ്ടുപേരും എനിക്ക് പ്രിയ ഭക്തരാണ്. മാത്രമല്ല എൻ്റെ അച്ഛനും അമ്മയാണ്. അമ്മയ്ക്കിത് 7ാം ജന്മമാണ്. അതായത് കുറൂരമ്മ 7ാം ജന്മത്തിലാണങ്ങനെ. കഴിഞ്ഞ 7 ജന്മത്തിലും അമ്മ എന്നെ സേവിച്ചു കൊണ്ടിരുന്നു. എന്നാൽ അച്ഛൻ ഇത് 3ാം ജന്മമല്ല ആയുള്ളൂ. ഇനിയും സമയമുണ്ടല്ലോ അച്ഛാ. കണ്ണൻ്റെ നിറഞ്ഞ ചിരിയിൽ ആ വില്യമംഗലത്തിൻ്റെ പരാതിയും പരിഭവമൊക്കെ പോയി. അതാണ് കണ്ണൻ്റെ ഒരു മായ. അത് അച്ഛനായാലും അമ്മയായാലും വേണ്ടി എല്ലാവരെയും ആ മായക്കാഴ്ചയിൽ ഉൾപ്പെടുത്തിയിട്ട് ആളിങ്ങനെ ചിരിച്ച് രസിക്കും. അങ്ങനത്തെ ഒരു കഥയാണ് ഇപ്പോൾ. എന്തായാലും കഥ എല്ലാവർക്കും ഇഷ്ടപ്പെടട്ടെ. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം, ഗുരുവായൂരപ്പൻ്റെ കഥകൾ നമുക്ക് കഴിയുന്ന പോലെയൊക്കെ ഇങ്ങനെ പറയുക, അതൊക്കെ ശ്രവിക്കുക. ആ ഗുരുവായൂരപ്പൻ്റെ ആ ഗുരുവായൂരപ്പനോടുള്ള അകമഴിഞ്ഞ ഭക്തി എപ്പോഴും ഉണ്ടാവുക. അപ്പോൾ നമ്മളെ ജീവിതത്തിൽ എന്നും ശാന്തിയും സമാധാനമൊക്കെ ഉണ്ടാവും. ഒരു ദുഃഖത്തിന് ഒരു സുഖം ഉണ്ടാവുന്ന ഉറപ്പായിട്ടും തീർച്ചയായിട്ടും വിശ്വസിക്കുക. കാരണം ഒരു കുണ്ടിന് ഒരു കുഴി ഉണ്ടാവും, അല്ല ഒരു കുഴിക്ക് ഒരു ഉയർച്ച ഉണ്ടാവും, മുകളിലേക്കുള്ള ഉയർച്ച എന്തായാലും ഉണ്ടാവും. ഒന്ന് തീർത്ത് വിശ്വസിക്കുക. ആ ഗുരുവായൂരപ്പൻ്റെ ആ ചരണത്തിൽ എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ
ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.